ഹായ് ഗായ്സ്. അപ്പം ഈ സാരിയും പറക്കി കിട്ടി ഞങ്ങൾ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഞങ്ങൾ എല്ലാവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചാണ് പിന്നെ ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ട് ഞങ്ങൾ 10:30 ചെക്കൻ്റെ എൻട്രിക്ക് തന്നെ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഓൾറെഡി ലേറ്റ് ആയി പോയി. പിന്നെ ഞങ്ങൾ അതിന്റെ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പേര് സഞ്ജയ് എന്നാണ്. സഞ്ജയ് ആയിട്ട് ഞങ്ങൾ 2.5 വർഷത്തിൽ കൂടുതലായി ഞങ്ങളിപ്പോൾ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ സഞ്ജയുടെ കല്യാണമായിരുന്നു. അപ്പം ഓൾറെഡി ഞങ്ങൾ ഫുൾ ഡിസ്കഷൻ ആയിരുന്നു, ഒരുമിച്ചായിരുന്നു ഡിസ്കഷൻ. എന്ത് ഫംഗ്ഷൻ വന്നാലും ഞാനും അമലും ഒരേ സെയിം കളർ ഇടത്തില്ല. ഞങ്ങൾ എന്തെങ്കിലും കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പല കളറായിരിക്കും ഇടുന്നത് ഒരുമിച്ച്. പക്ഷെ ഇട്ട് വരുമ്പോഴത്തേന് രണ്ടും ചിലപ്പോൾ നല്ല മാച്ച്. നമ്മൾ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ വിദ്യ ഉണ്ടായിരുന്നു. വിദ്യയും ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്ത്. അതുകൊണ്ട് എല്ലാ കല്യാണങ്ങൾക്കും അവൾ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും. എന്തായാലും നമ്മൾ ഗേൾസ് മിക്കുള്ളവരും സാരി ആയിരുന്നു, പല പല കളേഴ്സിലുള്ളത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. അതുകൊണ്ട് കുറെ ഫോട്ടോസ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കനെയും പെണ്ണിനെയും കാണാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അവർ ബാക്കിൽ റെഡി ആയി കഴിഞ്ഞിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ചെക്കൻ്റെയും പെണ്ണിന്റെയും കല്യാണ മുഹൂർത്തം അടുക്കാറായപ്പോഴത്തേനും നമ്മൾ സ്റ്റേജിന്റെ ഫ്രണ്ടിലോട്ട് പോയായിരുന്നു. പെണ്ണിന്റെ എൻട്രി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കല്യാണ ദിവസമാണ് ഓർമ്മ വന്നത്. ഞാൻ ഇപ്പം അത് ശരിക്കും മിസ് ചെയ്യുന്ന ആ ദിവസമൊക്കെ. ഇതിന്റെ ഇടയിൽ ചിലർ അമലിന് പൂവും മാലയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തിനാണാവോ എന്ന്. അപ്പൊ ഇവരുടെ 12 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവരുടെ കല്യാണം. സോ നമ്മൾ ഭയങ്കര ഹാപ്പി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതുകൊണ്ട് കല്യാണത്തിന്. പിന്നെ നമുക്ക് നേരെ സദ്യയായിരുന്നു. സദ്യക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ കറികളുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു 12 മണി വരെ വിശന്ന് പൊരിഞ്ഞാണ് നിന്നത്. പക്ഷെ സദ്യ വിളമ്പിയപ്പോഴത്തേന് ഇത്രയും കറി കണ്ടപ്പോൾ എൻ്റെ വിശപ്പെല്ലാം പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ചോറൊന്നും അധികം കഴിച്ചില്ല, കറിയെല്ലാം അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ ചെക്കൻ്റെ റൂമിലോട്ട് പോയി അവിടെ ഒരു വിശ്രമമായിരുന്നു. തളർന്ന് സദ്യ കഴിച്ചു. നല്ല കല്യാണമായിരുന്നു. എല്ലാം ഭയങ്കര സമാധാനത്തിലായിരുന്നു കഴിഞ്ഞത്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങളുടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഓടിപ്പടച്ചാണ് എല്ലാം നടന്നത്. അതിൻ്റെ ഒരു ഇതിപ്പോഴും ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ടാറ്റാ.